ഹായ്, ഇന്നൊരു കാര്യം പറയാനാട്ടോ വന്ന്. ചിലർ പറയേ പെരുന്നാളായാൽ അല്ലെങ്കിൽ ഓണായാലും വിഷയമായാലും അപ്പോൾ ഒരു വിശേഷം ഉണ്ടായാൽ നമ്മളോട് വന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവരോട് ഭർത്താവിൻ്റെ ആൾക്കാരും പറയും, എൻ്റെ പെങ്ങൾ വരട്ടെ അല്ലെങ്കിൽ എൻ്റെ മകൾ വരട്ടെ, വന്നിട്ട് പോവാം, എനിക്ക് എൻ്റെ പെങ്ങൾ അല്ലെങ്കിൽ എൻ്റെ മകൾ വന്നതിൻ്റെ ശേഷം എനിക്ക് പോവാമെന്നറിയും. അപ്പോൾ മരുമകൾ ചോദിക്കും, നിങ്ങളുടെ മോളെന്നാ വരിക, നിങ്ങളുടെ പെങ്ങളെന്നാ വരിക ചോദിക്കും. അപ്പോൾ ഭർത്താവും അമ്മായിമ്മയും പറയും, അവൾ ഉച്ചക്കാലത്ത് ഊണ് കഴിഞ്ഞിട്ട് വരും എന്ന് പറയും. അവൾ ഉച്ചക്കാലത്ത് ഊണ് കഴിഞ്ഞിട്ട് വരും, അല്ലെങ്കിൽ ഉച്ചക്കാലത്തെ ഭക്ഷണം കഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും വരും എന്ന് പറയും. അപ്പോൾ മകൾക്ക് അവരുടെ വീട്ടിൽ നിന്ന് പിന്നെ ഓണത്തിൻ്റെ അന്നോ അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ അന്നത്തെ ഉച്ചക്കാലത്തെ ഭക്ഷണം കഴിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് വരാം. പക്ഷെ ഇവിടെയുള്ള മരുമകൾക്ക് പോവാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ മരുമകൾ ചോദിക്കും, അവരെന്നിട്ട് എന്നാ തിരിച്ചു പോകാൻ നിൽക്കും. അവൾ 4 ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ എന്ന്. അപ്പോൾ ആ 4 ദിവസം കഴിഞ്ഞിട്ട് വേണം, അപ്പോൾ ആ 4 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് പോകാൻ പറ്റുകയെന്ന് നിൽക്കുമ്പോൾ അതെന്നെ പറ്റുള്ളൂ, അങ്ങനെ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ മരുമകൾ ചോദിക്കും, അല്ല നിങ്ങളുടെ മകൾ പിന്നെ അന്നത്തെ ഊണ് കഴിഞ്ഞിട്ടും അന്നത്തെ ഭക്ഷണം കഴിഞ്ഞിട്ടും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിങ്ങളെ ഉമ്മാനും പാപ്പാനും അല്ലെങ്കിൽ അച്ഛനമ്മനൊക്കെ കാണാനായിട്ട് സ്വന്തം വീട്ടിലേക്ക് വരും. അതേപോലെ എനിക്കൊരു അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉമ്മയും പാപ്പൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരും എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവർ 4-5 ദിവസം കാത്തിരുന്ന് നിങ്ങളുടെ മകൾ വന്ന് സൗകര്യമൊക്കെ കഴിഞ്ഞ് പോകുന്നവരെ എൻ്റെ അച്ഛനമ്മ അവിടെ എന്നെ ഇരിക്കണം എന്നാണോ നിങ്ങൾ പറയണമെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കൂലേ? അങ്ങനെ ചോദിക്കാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ അല്ലേ. അപ്പം ഞാൻ പറയണത് എന്താണെന്ന് പറയാം, ഈ മരുമക്കൾ സ്വന്തം മക്കൾ പെരുന്നാളാകുമ്പോഴും ഓണാകുമ്പോഴും വിഷുവാകുമ്പോഴൊക്കെ സ്വന്തം വീട്ടിലേക്ക് വന്നാൽ അവിടെ ഉള്ള പെണ്ണുങ്ങൾ ആങ്ങളമാരെ ഭാര്യമാർ അവർ പോണതാണ് നല്ലത്, അവർ പോണതല്ലേ നല്ലത്. അപ്പോൾ എന്താ അങ്ങനെ നല്ലതെന്ന് പറയാൻ കാരണം, ഈ ആങ്ങളമാരെ പെണ്ണുങ്ങളുണ്ടാകുമ്പോൾ പിന്നെ ഈ വന്ന മക്കൾക്കൊരു സ്വാതന്ത്ര്യക്കുറവ് പോലെ ഉണ്ടാവും. സ്വന്തം പാപ്പാനായിട്ടും ഉമ്മയായിട്ടും അല്ലെങ്കിൽ അച്ഛനമ്മനായിട്ടൊക്കെ സംസാരിക്കാനും എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് ഉണ്ടാക്കി, അവർ ചിലപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലൊന്നും പറ്റാത്ത എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടൊക്കെ വീട്ടിലേക്ക് വരിക. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇനി ആങ്ങളമാരെ ഭാര്യമാരെന്ത് വിചാരിക്കും, അവർ കണ്ടാലെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ആ സാധനങ്ങൾ എടുക്കുമ്പോൾ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ വിചാരിക്കും എന്നൊക്കെ പേടിച്ചിട്ട് അങ്ങനെയുള്ളവരുണ്ടാവും. അപ്പോൾ അതാ നല്ലത്. ഞാൻ പറയണത്, സ്വന്തം മരുമക്കളേനൊക്കെ എല്ലാവരും മക്കൾ വരാനുണ്ടെങ്കിൽ, പെൺകുട്ടികൾ വരാനുണ്ടെങ്കിൽ മരുമക്കളേനൊക്കെ വേഗം വിശേഷ ദിവസങ്ങളാകുമ്പോൾ ഓണം വിഷു പെരുന്നാളൊക്കെ ആകുമ്പോൾ അവരവരുടെ മാതാപിതാക്കളടുത്തേക്ക് പോകും. നമ്മുടെ മക്കൾ വന്നാൽ നമുക്ക് സമാധാനമായിട്ടും സന്തോഷമായിട്ടൊക്കെ 4 ദിവസം നമ്മുടെ മക്കൾ നിന്നിട്ട് പോട്ടെ. അവരെൻ്റെ മക്കൾ വരുമ്പോൾ മരുമക്കളേനെ പറഞ്ഞയക്കണതാണ് നല്ലത് എന്നൊക്കെ ഞാൻ പറഞ്ഞാലും മക്കൾ കുറേ കൂടുമ്പോഴൊക്കെ ഒന്ന് നിൽക്കാൻ വരണ്ടേ അല്ലെങ്കിൽ വന്നോട്ടേന്ന് അങ്ങനെയൊക്കെ ഇപ്പം ഞാൻ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാലും കൂടിയിട്ട് എനിക്കതിനോടൊരു യോജിപ്പില്ല കേട്ടോ. കാരണം എവിടെയാണോ സുരക്ഷിതമായിട്ടും സമാധാനമായിട്ടും പട്ടിണിയും പാടും സ്വൈരക്കേടൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ എവിടെയാണോ പറ്റുന്നത് അവിടെ ഒതുങ്ങി നിൽക്കുക. ചിലപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലാവും, ചിലപ്പോൾ അവരവരുടെ വീട്ടിലാവും. എവിടെയാണ് നിൽക്കാൻ പറ്റുകയെന്ന് വിചാരിച്ചാൽ അവിടെ നിൽക്കുക, സമാധാനമായിട്ട് ഒതുങ്ങി നിൽക്കുക. ഒരു മാസത്തിൽ 10 ദിവസം സ്വന്തം വീട്ടിലേക്ക് ഓടുക, എന്നിട്ട് അവിടെ നിന്ന് പൂതി തീരുമ്പോൾ ആൾക്കാരെന്തേ പോണില്ലേ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ വരിക. എന്നിട്ട് അവിടെ ഒരു 10 ദിവസം നിൽക്കുമ്പോഴത്തേനും കെട്ടും കണ്ണെടുത്ത് സ്വന്തം വീട്ടിലേക്ക് ഓടണം. അങ്ങനെ ഒരു മാസത്തിൽ 2-3 പടി വീട്ടിൽ പോലും വരലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ദിവസം സ്കൂൾ അടക്കുമ്പോഴത്തേനും അപ്പോഴത്തേനും കെട്ടും കാണയെടുത്ത് തലേദിവസം തന്നെ വണ്ടി വിട്ടുണ്ടാവും.
സ്വന്തം വീട്ടിലേക്ക്. എന്നിട്ട് അവിടെ നിന്ന് 2 ദിവസം നിന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരും. അങ്ങനെ ഒരു മാസത്തിൽ 3-4 സ്കൂൾ അവധി കിട്ടി കഴിഞ്ഞാൽ ഈ 3-4 പ്രാവശ്യം സ്വന്തം വീട്ടിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ ചോദിക്കുമ്പോൾ പറയണെന്താ, ഇവിടെ നിന്ന് ഇങ്ങനെ അടുക്കളയിൽ നിന്നിട്ട് പണിയൊരുക്കി സ്വന്തം വീട്ടിൽ എല്ലാവരും കുത്തും വാക്കും കേട്ടൊക്കെ പോരടിയും എല്ലാം സഹിച്ച് നിൽക്കുമ്പോൾ ഒരു റിലാക്സൊക്കെ വേണ്ടേ, ഒരു സമാധാനമൊക്കെ വേണ്ടേ. അപ്പോൾ അത് സ്വന്തം വീട്ടിൽ പോയാലേ ഉണ്ടാവുള്ളൂ എന്നറിയാം. അപ്പോൾ സമാധാനം ഇല്ലാത്തവർക്ക് നിങ്ങൾ നിൽക്കണ്ട, ആരും നിൽക്കണ്ട. ഞാൻ പറയണം, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? എവിടെയെങ്കിലും ഒരിക്കലും ഒതുങ്ങി നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കാശുണ്ടല്ലോ, നമുക്ക് അധ്വാനിച്ചിട്ട് അന്നത്തെ ജീവിതത്തിന് മാത്രമായിട്ട് കിട്ടണം പൈസ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ട് ചിലവായി പോകും. പിന്നെ നമ്മൾ കണക്ക് നോക്കുമ്പോൾ കുറേയൊക്കെ ദൂരം പിന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ പൈസ ഒക്കെ എവിടെ പോയി എന്ന് നമുക്കൊരു പിടുത്തം ഉണ്ടാവില്ല. അപ്പോൾ പൈസ പോകണതൊക്കെ ഇങ്ങനെയാണ്. ഓട്ടോറിക്ഷ വിളിച്ച് അങ്ങോട്ട് പോവുക, അവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ച് ഇങ്ങോട്ട് വരിക, പോകുമ്പോൾ കുറേ വാരി വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുക, അവിടുന്ന് കുറേ വാരി വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. അവർക്കും ബുദ്ധിമുട്ട്, പോകണം നമുക്കും ബുദ്ധിമുട്ടല്ല. നമ്മൾ പോണവർ അറിയില്ല, അതിൻ്റെ ബുദ്ധിമുട്ടറിയില്ല. സ്വീകരിക്കണവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അപ്പോൾ ഈ 2 കുടുംബവും നശിച്ചു പോകുന്നത് ഒരു സാഹചര്യം. അങ്ങനത്തെ എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വല്ലപ്പോഴൊക്കെ സ്വന്തം വീട്ടിൽ പോകണം, നിൽക്കണം, വരണം, അതൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞാലും പക്ഷെ അതൊന്നും ആരും അംഗീകരിക്കില്ല. ഈ പറഞ്ഞ അഭിപ്രായമൊന്നും ആരും അംഗീകരിക്കില്ല. അപ്പം അതുകൊണ്ടാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞെന്നുള്ളത്. എവിടെയെങ്കിലും ഒരിക്കലും ഒതുങ്ങി നിന്നാൽ ആ കാശ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പം അതാണ് ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. ഓക്കെ എന്നാൽ കേട്ടോ.